പാലക്കാട് ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണു. കണ്ടെയ്നർ ലോറി വൈദ്യുത ലൈനിൽ കൊളുത്തി വലിച്ചതാണ് അപകടത്തിന് കാരണം. ആംബുലൻസിന് മുന്നിലുണ്ടായിരുന്ന പോലീസ് ജീപ്പ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ആംബുലൻസ് ഡ്രൈവർ. ഞാൻ മുളന്തവ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ബോഡി ആയിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോയിരുന്നു. ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിന് മുകളിൽ കയറി കൊളത്തിയിട്ട് പോസ്റ്റ് അടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു. അതിൻ്റെ ഉള്ളിലിരുന്ന് ഈ കറണ്ട് കട്ട് ചെയ്യുന്നവരെ ഇരുന്നിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം, ഒന്നും പറ്റാണ്ട്. അപ്പം ബോഡി വേറെ ഒരു ആംബുലൻസ് പട്ടാമ്പിയിൽ നിന്ന് വിളിച്ചിട്ട് മാറ്റി കയറ്റി വിട്ടു. ബാക്കിലത്തെ ഡോറ് ചവിട്ടി തുറന്നിട്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ്. പറയൂ, ഇത് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ഉയരമുള്ള കണ്ടെയ്നർ അല്ലേ? തീർച്ചയായും ഉയരമുള്ള കണ്ടെയ്നറാണ് അതെന്ന് നിസ്സംശയം പറയാം. ഇതിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു, അത് ഈ ആംബുലൻസിന്റെ മുകളിലേക്ക് അത് പൊട്ടി വീഴുകയായിരുന്നു. എന്തായാലും ഈ പോസ്റ്റുകൾ 4 പോസ്റ്റുകളാണ് തകർന്നു വീണിരിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും KSEB ഉദ്യോഗസ്ഥരെയൊക്കെ പോലീസുകാർ തന്നെ തൊട്ടുപുറകിലുണ്ടായിരുന്നു. അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് ഈ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട്. ഈ ആംബുലൻസിൽ ഈ മൃതദേഹത്തോടൊപ്പം ഒരു 3 പേരും ഉണ്ടായിരുന്നു. അവരും ഈ ആംബുലൻസ് ഡ്രൈവറുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇവരാരും തന്നെ പുറത്തിറങ്ങിയില്ല. പുറത്തിറങ്ങിയാൽ ഉറപ്പായും ഷോക്ക് ഏൽക്കും. കാരണം കമ്പിയാണ്. സ്വാഭാവികമായി പുറത്തിറങ്ങുമ്പോൾ മഴയുടെ സാന്നിധ്യം ആ മേഖലയില്ല. മഴത്തുള്ളികളുണ്ട്. ഉറപ്പായും വെള്ളത്തിൽ തട്ടി ഷോക്കടിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്, ആരും തന്നെ പുറത്തിറങ്ങരുതെന്ന്. എന്തായാലും KSEB ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി അത് വൈദ്യുതബന്ധം വിച്ഛേദിച്ചു. അതിനുശേഷം ആണ് പിന്നീട് ഇവരെല്ലാവരും തന്നെ പുറത്തിറങ്ങിയത്. മൃതദേഹം മറ്റൊരു ആംബുലൻസിൽ ആണ് പിന്നീട് രാവിലെ കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്ഭുതകരമായാണ് ഈ രക്ഷപ്പെടൽ. KSEB എന്തായാലും ഈ വിഷയത്തെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. KSEB ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ്. സ്മിത. ശരി. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു.